പറയുമ്പോൾ തോന്നരുത്, പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഈ റിലേഷൻഷിപ്പില് ഹൈജീന്, നീറ്റ്നെസ്, ഫിസിക്കൽ അപ്പിയറൻസ്, ഇമേജ്, ഈ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സ് നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആകാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല. ഹസ്ബൻഡിന് എന്നോടൊരു സ്നേഹമില്ല, വൈഫിന് എന്നോടൊരു സ്നേഹമില്ല, മൂപ്പർക്ക് പഴയ പോലെ റൊമാൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കുക. കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ മുഖം മോശമാണോ രസമുണ്ടോ ഇത് നോക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ മുടീനെ പറ്റിയിട്ട് നോക്കാം. ചില ആൾക്കാർ ഹസ്ബൻഡിന് റൊമാൻസ് ഒന്നും ഇല്ല, പക്ഷെ മുടി അങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടാവും. അത് നോക്കുമ്പോൾ ആർക്കാ റൊമാൻസ് വരിക? നമ്മുടെ മുടി ചീകുന്നുണ്ടോ? നല്ല രീതിയിൽ അതിൻ്റെ സ്മെല്ലെന്താ? ചിലപ്പോൾ നമ്മൾ തേക്കുന്ന എണ്ണ കാര്യങ്ങളൊക്കെ അടുപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്മെല്ലാണെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ റൊമാൻസ് കാര്യങ്ങളൊക്കെ വരാം? എങ്ങനെ ഒരാൾക്ക് നമ്മളുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുക? സോ നിങ്ങളുടെ മുടീനെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കണ്ണിലേക്കും നിങ്ങളുടെ മൂക്കിലേക്കും നിങ്ങളുടെ നാവിലേക്കൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്? നിങ്ങളുടെ വായിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ടോ? അത് ആരാണെങ്കിലും നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബെഡിലൊക്കെ കിടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ മൊത്തം മണ്ണാണ്, നഖത്തിന് നല്ലോണം കച്ചറയുണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ റൊമാൻസ് എങ്ങനെ വരൂല. അവിടെ നമുക്ക് എത്ര ഒരാളുടെ ഇഷ്ടമുണ്ടെങ്കിലും അപ്പുറത്തുള്ള അറിയുന്നൊന്നും ഇതുകൊണ്ടാണ് എനിക്ക് മൂപ്പരത്തിനോട് അല്ലെങ്കിൽ മൂപ്പരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ആകർഷണം തോന്നാത്തത് മറ്റുള്ളവർ അറിയുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അറിയാത്ത തരത്തിലുള്ള പല കാര്യങ്ങൾ, ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ടായേക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പല്ലിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കേട് അല്ലെങ്കിൽ കച്ചറാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെങ്കിൽ ആ ഒരു സംഭവം അവിടെ നിന്ന് മിസ്സാവുമല്ലേ. അതേപോലെ തന്നെ എന്നെ സ്നേഹത്തോടെ ഒരാൾ ഹഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ സ്മെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ സംതിങ് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത് നിങ്ങളുടെ അപ്പിയറൻസിൽ മാത്രമല്ല, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. ചില ആൾക്കാർ രാത്രിയാണെങ്കിൽ എന്തും ഏത് കോട്ടൺ കീറിപ്പറഞ്ഞതായിക്കോട്ടെ, കരിമ്പകുത്തിയതായിക്കോട്ടെ, എന്താണെങ്കിലും ഈ ചൂട്ടത്തിൽ രാത്രി കിടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പോരേന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഈ റൊമാൻസ് വരാനാണ്? അതുകൊണ്ടാണ് ഇസ്ലാമിലാണെങ്കിലും നിങ്ങൾ കൺവെഷ് ഇടണം, നിങ്ങൾ സുറുമിടണം, നിങ്ങൾ അട്രാക്റ്റീവ് ആകണം എന്നൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു തരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാറ്ററാണ്. അതേപോലെ നിങ്ങളുടെ ബെഡ്ഷീറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ റൂമിൻ്റെ കോലം എങ്ങനെയാണ്, നിങ്ങളുടെ റൂമിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, നിങ്ങളുടെ കർട്ടൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് അറിയുമ്പം അവിടെ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ കർട്ടൻ്റെ അവസ്ഥയാണ്, ബെഡ്ഷീറ്റിൻ്റെ തലയണേൻ്റെ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഇമ്പാക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. വലിയ എഫേർട്ട് എടുക്കാതെ തന്നെ നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.